നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി കാണാനായിട്ട് പോകുന്നത് നയൻതാര അഭിനയിച്ച് തിയേറ്ററുകളിലെത്തിയ 2020 മുതൽ 25 വരെയുള്ള സിനിമകളുടെ സ്റ്റാറ്റസ് ആണ്. ഏതൊക്കെ സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചു, ഏതൊക്കെ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി കാണാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 2020 നയൻതാര അഭിനയിച്ച് 2 സിനിമകളായിരുന്നു തിയേറ്ററിലെത്തിയത്. അതിൽ ആദ്യത്തെ സിനിമയായിരുന്നു ദർബാർ. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വൻപൻ പരാജയം മാറിയ ഒന്നാണ്. 2020 അടുത്തതായിട്ടെത്തിയ മറ്റൊരു സിനിമയായിരുന്നു മൂക്കുത്തി അമ്മൻ. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നല്ലൊരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞു, സൂപ്പർ ഹിറ്റ് ആയിരുന്നു. 2021 ആദ്യം എത്തുന്ന സിനിമയായിരുന്നു നിഴല്. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയി, ഒരു മലയാള സിനിമയായിരുന്നു. 2022 രണ്ടാമതെത്തിയ സിനിമയായിരുന്നു നെട്രിക്കൺ. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയി. 2021 മൂന്നാമതായി എത്തിയത് ഒരു തെലുങ്ക് സിനിമയായിരുന്നു. ആരാടുകുള്ള ബുള്ളറ്റ് എന്നായിരുന്നു ഈ സിനിമയുടെ പേര്. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. 2021 അവസാനമായി തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു രജനികാന്ത് നായകനായിട്ട് എത്തിയ അണ്ണാത്തെ. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ മെഗാ ഫ്ലോപ്പായി മാറിയ ഒന്നായിരുന്നു. 2021 ഒരു ഹിറ്റ് സിനിമ പോലും നയൻതാരയ്ക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2022 കിടക്കുമ്പോൾ ആദ്യം തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു 02. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. 2022 അടുത്തതായിട്ട് എത്തിയ സിനിമയായിരുന്നു നമ്മുടെ മലയാളത്തിൽ ഒരു വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത ലൂസിഫർ എന്ന സിനിമയുടെ തെലുങ്ക് വേർഷനായിട്ടുള്ള ഗോഡ് ഫാദർ. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ വൻപൻ പരാജയമായിരുന്നു. 2022 മൂന്നാമതായി എത്തിയ സിനിമയായിരുന്നു ഗോൾഡ്, മലയാള സിനിമയായിരുന്നു. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയി. 2022 അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമയായിരുന്നു കണക്ട്. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2022 നയൻതാരയ്ക്ക് ഒരു ഹിറ്റ് സിനിമ പോലും ലഭിച്ചിട്ടില്ല. 2023 കിടക്കുമ്പോൾ ആദ്യം തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു ജവാന്, ഹിന്ദി സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ഒരു സിനിമയായിരുന്നു. എന്നാൽ നമ്മുടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഈ ഒരു സിനിമ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജവാൻ എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. 2023 അടുത്തതായി തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു ഇരൈവൻ. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. 2023 ലാസ്റ്റ് തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു അന്നപൂർണനി. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയി. 2024 സിനിമകളൊന്നുമില്ലായിരുന്നു. 2025 നയൻതാരയുടേതായിട്ട് തിയേറ്ററിലെത്തിയ സിനിമയാണ് ടെസ്റ്റ്. ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2020 മുതൽ 2025 വരെ നോക്കുകയാണെങ്കിൽ ആകപ്പാടെ 2 സിനിമകൾക്ക് മാത്രമാണ് ബോക്സ് ഓഫീസിൽ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് കണ്ടിട്ട് നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ ആണോ അതോ ലേഡി ഫ്ലോപ്പ് സ്റ്റാർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. 2020 മുമ്പുള്ള പടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും 10 സിനിമകൾ ഇറങ്ങിയതിൽ 9 സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പം നയൻതാരയുടെ ഈ ഒരു 2020 മുതൽ 25 വരെയുള്ള സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും അതുപോലെ ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ സിനിമ ഏതാണെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക.